ദുബായിൽ ഫുഡ് കഴിക്കാൻ പോയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും മോശം ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായത്. നമ്മൾ സാധാരണ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നത് എന്തിനാ? ആ നല്ല മൊമെന്റ്സ് ആസ്വദിക്കാനും നല്ല ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടല്ലേ. പക്ഷെ ദുബായിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം മോശം 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 എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഞങ്ങളിവിടെ എങ്ങനെ എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയ ഒരു ബിഗ് ഫാക്ടറാണല്ലോ. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ കണ്ണിൽപ്പെട്ടത്. അല്ലെങ്കിലും അത് നമുക്ക് വരാനുള്ളതാണെങ്കിൽ അത് റീൽസിൻ്റെ രൂപത്തിലായാലും വരും. പോയപ്പോൾ ഓക്കെ, കാണാൻ അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫുഡ് എക്സ്പീരിയൻസും അത്യാവശ്യം നന്നാവുമെന്നാണ് വിചാരിച്ചത്. എല്ലാം എൻ്റെ വിചാരത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല ക്രൗഡാണ്. എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ റീൽസ് കണ്ടിട്ട് വന്നവരാണെന്നാണ് തോന്നുന്നത്. ഒരുവിധം ടേബിളൊക്കെ കിട്ടി, ഫുഡെല്ലാം ഓർഡർ ചെയ്തു. എത്ര ടൈം വെയിറ്റ് ചെയ്തെന്ന് സത്യം പറഞ്ഞാൽ പറയാത്തതാണ് നല്ലത്. അത്രയും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ അപ്പോൾ തന്നെ തകർന്ന് തരിപ്പണായിപ്പോയി. ഞാനും എൻ്റെ ഫ്രണ്ടും ഫുഡ് ആക്രാന്തിസ്റ്റുകളാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഫുഡ് വരുന്നില്ല. ഞങ്ങൾക്കാണെങ്കിൽ പോയ അപ്പം തന്നെ സ്പോട്ടിൽ ഫുഡ് കിട്ടണം, തിന്നണം, അങ്ങനത്തെ ടീമാണ്. അപ്പോൾ ഫുഡ് കിട്ടാഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ തന്നെ ഒരു പസിൽ ഗെയിംസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് അവിടെ ഇരുന്നു. അത് സംഭവം കുട്ടികൾക്കുള്ളതാണ്, പക്ഷെ നമുക്ക് വേറെ പണിയില്ലല്ലോ. എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. 2 ടൈപ്പ് നല്ല കിടുക്കാച്ചി ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഒന്നും നോക്കണ്ട, ഫുഡ് വന്നാൽ മൂക്ക് മുട്ട കഴിക്കണം എന്നാണ് പ്ലാൻ. ഓഫർ പ്രൈസ് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യണത്. ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ട് മരിക്കണം അവിടെ കിടന്നിട്ട്. ഞങ്ങളും ഓരോ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇറങ്ങിയത്. സത്യം പറയാലോ, മസ്റ്റ് ട്രൈ അല്ല, മസ്റ്റ് അവോയ്ഡ് എന്നാണ് പറയേണ്ടത്. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിച്ചോറ് തിന്നാൻ വന്ന ഞങ്ങളെ ഇവര് പൊട്ടനെ പോലെ പറ്റിച്ച്. ഓഫറിൽ ഇവര് പെർ ഹെഡ് ഒരു ചട്ടിച്ചോറിന് 10 ദിർഹംസ് ആണ് പറയുന്നത്. പക്ഷെ തിന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ചതി ഞങ്ങൾ മനസ്സിലാക്കിയത്. ഒരു ചട്ടിച്ചോറിന് 10 അല്ല 20 ദിർഹംസ് ആണ് എന്നുള്ളത്. ഓക്കെ, അവർ തന്ന ഫുഡ് അതിന് മാത്രം വേർത്താണെങ്കിൽ നമുക്ക് ആ ഒരു 20 ദിർഹംസ് കൊടുക്കണമെന്ന് യാതൊരുവിധ പ്രശ്നവുമില്ല. ഫുഡിന്റെ ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചടപ്പ് ഫീൽ ആക്കിയത്. ഇവരെ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചത് നല്ലൊരു സ്പോട്ടാണല്ലോ എന്ന്. ബട്ട് അവിടെ ചെന്നപ്പോൾ ആണ് മനസ്സിലായത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു എഫേർട്ട് പോലും ഫുഡ് ഉണ്ടാക്കാൻ അവരെടുത്തിട്ട്. റൈസിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവേനു. ഒരു 3 ഉരുള തികച്ച് കിട്ടിയാലായി. കുറച്ച് റൈസ് ചോദിച്ചപ്പോഴാണെങ്കിൽ അതിന് അഡീഷണൽ ക്യാഷ് വേണമെന്നും. എന്താ ഇപ്പൊ പറയാ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പൈസയും പോയി സമയവും പോയി കിട്ടി. ക്യാഷ് പോയതിനെക്കാട്ടിലും സങ്കടം നമ്മളെ വിശപ്പിനെ പോലെ ഇങ്ങനെ ബിസിനസ്സായി കാണുന്നവരെ പറ്റി ഓർത്തിട്ടാണ്. റീൽസ് കണ്ടിട്ടോ ഓഫേഴ്സ് കണ്ടിട്ടോ പോകുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിച്ചിട്ട് പോയാൽ മതി ഗൈസ്. ഞങ്ങൾക്കോ ഏതായാലും ഈ അനുഭവം ഉണ്ടായി. ഇങ്ങൾക്കും ഇതേപോലെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മൈ ഹോണേഴ്സ് റേറ്റിംഗ് ഫോർ ദിസ് പ്ലേസ് എ ബിഗ് 0. റീൽസ് ഒക്കെ നമ്പിപ്പോയാൽ ഇതേപോലെ ഇരിക്കും. നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർ സോഷ്യൽ മീഡിയ ഹൈപ്പ് കണ്ട് മാത്രം പോവാണ്ട് ഓണസ്റ്റ് റിവ്യൂ കൂടി നോക്കണം. ഹൈപ്പ് കണ്ടു പോയാൽ നമ്മളെ പോക്കറ്റ് കാലിയാകുന്നു മാത്രമല്ല നല്ല മൂഡ് കൂടി അങ്ങോട്ട് പോയി കിട്ടും. നിങ്ങൾക്കും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഗൈസ്?